പക്ഷേ ഇവിടെ മലമ്പുഴ MLA പ്രഭാകരേട്ടൻ ഞാൻ വിചാരിച്ച പുള്ളി പാവണമെന്ന്. പുള്ളി ഇതുപോലെ തന്നെയാണ് ആരാൻ്റെ ഗർഭത്തിന് അപ്പനാവാൻ നടക്കുകയാണ്. അപ്പം എന്തിനാണ് ഇങ്ങനെ അവരുടേതല്ലാത്ത പദ്ധതിക്ക് വേണ്ടി വലിയ ഫ്ലക്സ് അടിച്ച് വെച്ചുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കണം എന്നുള്ളത് ദൈവത്തിനറിയാം. ഇങ്ങനെയുള്ള പരിപാടി കാണിച്ച് ഈ നാട്ടുകാരെ പറ്റിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ മൂന്നാമത്തെ കാര്യം, നെല്ലിൻ്റെ താങ്ങുവിലയെക്കുറിച്ച് പറഞ്ഞു. കേന്ദ്രം തരാനുണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഞാനൊരു ചോദ്യം ചോദിക്കണം. ഒരു വീട്ടിൽ നിന്ന് നെല്ലെടുത്ത് കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച ആളുകളാണല്ലോ കൊടുക്കേണ്ടത്. കേന്ദ്ര സർക്കാർ നേരിട്ട് വന്നല്ല കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കേന്ദ്രം ഇവർക്ക് തരാനുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് നരേന്ദ്രമോദി സർക്കാർ സംസ്ഥാന സർക്കാരിന് പൈസ തരാനുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇവർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് തിരിച്ചു കിട്ടും, ഇവർക്ക് കിട്ടും. അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാതെ രാവിലെ ഉറങ്ങിണീറ്റ് കഴിഞ്ഞാൽ മോദി 70,000 കോടി തരാണ്ട്, മോദി 50,000 കോടി തരാണ്ട്, ഇവർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ മോദി എന്താ പിണറായി വിജയന് കടം കൊടുത്തുകൊണ്ടിരിക്കലാണോ പണി? ഇവർക്കിത് വാങ്ങിയെടുക്കാനുള്ള ആർജവം ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് വാങ്ങിയെടുക്കണം. 2, ഇവർക്ക് ന്യായപരമായി അർഹതപ്പെട്ട പണം കേരളത്തിന് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ കണക്ക് സഹിതം ഇവർക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കാം. ഇങ്ങനെ പാർലമെന്റിൽ ഇവർ ആദ്യം ഒരു 57,000 കോടിയുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ്, ഓർക്കുന്നറിയില്ല. ആ സമയത്ത് കേന്ദ്രമന്ത്രി കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് പൈസ കേരളത്തിന് കിട്ടാനില്ല എന്ന് പറഞ്ഞ സമയത്ത് കേന്ദ്രമന്ത്രി അങ്ങനെ പാർലമെന്റിനെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഭയെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രിവിലേജ് മോഷൻ പോകായിരുന്നു. ഇത്തരത്തിൽ പ്രിവിലേജ് മോഷൻ പോയി കഴിഞ്ഞാൽ ആ കേന്ദ്രമന്ത്രിയുടെ MP സ്ഥാനം നഷ്ടപ്പെടും, മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും, കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലെ ഇവിടെ അകത്തേത്ര സിറ്റിയിലെ ഇവരുടെ കമ്മികളുടെ നേതാക്കന്മാരിൽ നിന്ന് മൈക്ക് കെട്ടിയിട്ട് നാട്ടുകാരിൽ മോദി പണം തരാണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ പൈസ തരാനുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം, CAG ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം ഇവർ കണക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു ചില്ലി കാശ് പോലും കേന്ദ്ര സർക്കാർ പിടിച്ചു വെക്കില്ല. അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ MP-മാർ എന്ത് ചെയ്യുകയായിരുന്നു അന്ന് പാർലമെന്റിന്റെ സഭകളിൽ. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വിഡ്ഢികളാക്കാനുള്ള സമീപനമൊന്നും ഇനി ഇവിടെ വിലപ്പോവില്ല. ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്ന ആളുകളാണ്, അവർക്ക് കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഒരു സംവാദമാണ്. ഒരു കുഞ്ഞിന്റെ ചോദ്യമാണ്. അല്ല, നിങ്ങള് ഈ സംവാദത്തിലുടനീളം ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഞാൻ സംസാരിക്കുമ്പോഴാണ്. അയ്യോ അല്ല ഒന്നുകിൽ പ്രശാന്ത് സംസാരിക്കുമ്പോ കമാന്നൊരു അക്ഷരം സതീശ് മിണ്ടിയിട്ടില്ല. ഈ പറഞ്ഞത് മുഴുവൻ UDF-ന്റെ മത്സരം നമ്മൾ തമ്മിലല്ല. അവരെന്തിനാ കൂട്ടണത്? നിങ്ങൾ അവർക്ക് പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കല്ലേ? നിങ്ങൾ BJP-ക്ക് പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കല്ലേ? ചോദിക്കാനുണ്ടെങ്കിൽ സതീഷ് മത്സരത്തിൽ BJP-യും കൂടെ വേണമെന്നത് ഇവരുടെ നിലപാടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. RSS-ഉം ഒരു സംവാദത്തിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, ഒരു മിനിറ്റ് പ്രശാന്ത് മുഖവിലേക്ക് എടുത്തിട്ടില്ല നമ്മള്. അതുകൊണ്ടാ നിങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ട. നിങ്ങൾ അവർക്ക് ഭരണം കൊടുത്തവരാ ഇന്ത്യ രാജ്യത്ത്. പറഞ്ഞോളൂ സമയക്കുറവുണ്ട്. അപ്പോ പ്രശാന്ത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പണം തരാത്തത്. പണം തരാത്തെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ പൈസയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൈസ തന്നിട്ടില്ല. കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട മുഴുവൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞോ. അപ്പൊ ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനമുള്ളതാണ്. അതെ. ഈ കേരളം എന്തെങ്കിലും പണം ചോദിക്കുന്നത് പിച്ചയ്ക്ക് പോകലായിട്ടാണ് ഇവിടെ. വെറുതെ ചോദിച്ചാൽ തരാൻ പറ്റില്ല. നിങ്ങൾ പോയി ചോദിച്ചാൽ തരാൻ പറ്റില്ല. ഇവിടെ നിനക്ക് സിസ്റ്റം ഉണ്ട്. അതെന്താ അറിയോ? സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം. എന്റെ കേരളം ചോദിച്ചാൽ ഇടതുമുന്നണിയാണ് ഭരണം.
കേരളത്തിൽ ഒന്നും തന്നിട്ടില്ലേ? ഒന്നും തന്നിട്ടില്ലേ? പിന്നെ എന്താ എന്താണ് ഒന്നും തന്നിട്ടില്ല. സ്റ്റേറ്റിന്റെ ഫൈനാൻസ് ആണ് പോയി ഇവർ ചോദിക്കുമ്പോഴേക്ക് എടുത്തു കൊടുക്കാൻ ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചത്. ഇവര് വെറുതെ ടൂറിസം വകുപ്പിന്റേത് കാര്യമാണ്. ടൂറിസം വകുപ്പിന്റേത് ഇന്ത്യ രാജ്യത്തിലെ കേരളത്തിനാ തന്നിട്ടുള്ളത്, തീർച്ചയായും. പാകിസ്ഥാനല്ല കൊടുത്തിട്ടുള്ളത്. ചേട്ടാ, കേരളം ചേട്ടാ, ഭാരതത്തിന്റെ ചേട്ടാ, അവിഭാജ്യ ചേട്ടാ, ഘടകമാണ് മുരളിയേട്ടാ. പ്രശാന്ത് ഒരു പറഞ്ഞത്. മിനിറ്റ്. കേരളത്തിന് തന്നു എന്ന് പറഞ്ഞു. ഇത് മലമ്പുഴ MLA വാങ്ങി തന്നു എന്ന് പറഞ്ഞു ഫ്ലക്സ് വെച്ചു. അതാ ഞാൻ പറഞ്ഞത്. yes, yes. കേരളത്തിന് തന്നല്ല. പിന്നെ ആര് വാങ്ങി പറയണം? ഇത് കേന്ദ്രം പിന്നെ തന്നു. ആര് വാങ്ങി വരണം? പ്രഭാകരേട്ട അതിനൊരു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അനക്കിണ്ടോ? ഒരു ചെറുവിരൽ അനക്കിണ്ടോ പ്രഭാകരേട്ട? ഒന്ന് കാണിക്കും, ഇങ്ങനെ- ഒന്ന് പേപ്പർ കാണിക്കും, ഇങ്ങനെ തോന്നി ഒന്ന് തന്നതാ. പേപ്പർ കാണിക്കും. ഇങ്ങനെ തോന്നി അങ്ങനെ തന്നതാ. തോന്നി തന്നതാണ്. തോന്നി തന്നതാ. കേന്ദ്രം തോന്നി തന്നതാണ്. കേന്ദ്രത്തിന് തോന്നിയിട്ട് തന്നെയാണ് തന്നത്. കേന്ദ്രത്തിന് തോന്നിയിട്ട് തന്നെയാണ് തന്നത്. Yes, yes. പ്രഭാകരേട്ട എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേപ്പർ നിങ്ങളുടെ കുറെ ഇല്ലേ? ഏതെങ്കിലും ഒന്നെടുത്ത് കാണിക്കും. പ്രഭാകരേട്ട കൊടുത്ത Yes, ഏതെങ്കിലും മോളെ ഒന്നെടുത്ത് ചോദിച്ചോ, ചോദിച്ചോ. ഏതെങ്കിലും ഒന്നെടുത്ത് കാണിക്കും. Yes, മോളെ ചോദിച്ചോ, ചോദിച്ചോ, കേരളത്തോടുള്ള ചോദിച്ചോ, സ്നേഹം ചോദിച്ചോ. തോന്നിയിട്ട് തന്നത്. ഒരു മിനിറ്റ്. കേരളത്തിനോട് സ്നേഹം കൊണ്ടാ തന്നത്. ഇതെന്തിനാ പ്രഭാകരേട്ട ഫ്ലക്സ് അടിച്ച് വെക്കണേ? പ്രഭാകരേട്ട എന്തിനാ ഫ്ലക്സ് അടിച്ച് വെക്കണേ? നെല്ലുകാരോടില്ല. Yes. സ്നേഹം നെല്ലുകാരോടില്ല. yes. പിന്നെ പഠിക്കുന്ന പിന്നെ പിന്നെ വിദ്യാർത്ഥികളോടില്ല. നെല്ലുകാരോട് കേന്ദ്രം തരാനുള്ള ഏത് പൈസയാണ് തരാനുള്ളത് എന്നുള്ള ഒന്ന് പറയും മുരളിയേട്ടൻ. കേന്ദ്രം പറയാലോ. ഏത് വർഷം, ഏത് ഏത് വർഷത്തെ, ഏത് മാസം, ഏത് ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് പറയും. ഒന്ന് പറയും. ഏത് ഓഡിറ്റ് ഒന്ന് റിപ്പോർട്ട് പറയും. കൊടുക്കാത്തതെന്ന് പറയും. ഒന്ന് പറയും. ഏത് ഓഡിറ്റ് റിപ്പോർട്ട് Yes, ഒരു മിനിറ്റ്, മോളെ ചോദിച്ചോ, തരാനുണ്ട്, ചോദിച്ചോ, തരാനുണ്ട്. ചോദിച്ചോ, ചോദിച്ചോ. പിന്നെ കേന്ദ്ര ചോദിച്ചോ മോളെ. വിഹിതത്തില് നയാ പൈസ കൊടുക്കാനില്ല. Yes, yes. നയാ പൈസ കൊടുക്കാനില്ല. നുണ പറയാൻ പിന്നെ പ്രശാന്തേ. അല്ലാതെ പണം തരാനുണ്ടെങ്കിൽ കിട്ടാനുണ്ട്. പറയുന്നത്. ഒരു നിമിഷം, ഒരു നിമിഷം. ഉണ്ടെന്ന്. പണം ഒരു നിമിഷം, ഒരു നിമിഷം. ഒന്ന് പറയും. ഏത് വർഷം, അത് ഏത് നോക്കി മാസം, ചോദിച്ചോ. നോക്കി പറയാം. ഏത് മാസം, കിട്ടിയിട്ടില്ലാന്ന്. ഏത് മാസം പറയും. 2024 കിട്ടിയിട്ടില്ല, പിന്നെ 25 കിട്ടിയിട്ടില്ല. ഇവിടെ ഇതിനകത്ത് എന്തെങ്കിലും പറയുന്ന സമയത്ത് വസ്തുത വേണം. അതെ, അതെ. ഇവിടെ കേന്ദ്ര സർക്കാർ തരാനുള്ള പൈസ ഒരു ചില്ല് കാശ് വിടാതെ Yes. കേരളത്തിന് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. Yes. ഇനിയില്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന മാസം, പറയുന്ന വർഷം അദ്ദേഹം ഈ ചർച്ചയിൽ ഹാജരാക്കട്ടെ. വേണ്ട, നാളെയോ മറ്റന്നാളോ സമയമെടുക്കട്ടെ. വേണ്ട, ഞാൻ പ്രശാന്തിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രശാന്ത് മേടിച്ചു തരുമെന്ന് ഉറപ്പ്. Yes, ഒരു നിമിഷം, മുരളിയേട്ടാ. ഒരു നിമിഷം. ശ്രീ മുരളി, ഒരു നിമിഷം. പിന്നെ ശ്രീ മുരളി. നിങ്ങൾക്ക് ശ്രീ മുരളി, മോളെ പിന്നെ ചോദിച്ചോ. വേണ്ട. ഒരു മിനിറ്റ്, പ്രശാന്തേട്ടാ, ഒരു നിമിഷം. ഇതിനകത്ത് ഞാൻ ചോദിച്ചു, കേരളത്തിന് ഏത് പൈസയാണ് കിട്ടാനുള്ളത്? മോഡി 2024 2025 തന്നില്ല, കഴിഞ്ഞു. ആകാശത്തേക്ക് ഒരു വെട്ടി അങ്ങോട്ട് വെക്കുകയാണ്. ആകാശത്തേക്ക് ഒരു വെട്ടി അങ്ങോട്ട് വെക്കുകയാണ്. ചോദിച്ചോളൂ മോളെ. ഏത് പൈസ എന്ന് അറിയില്ല, എന്താന്ന് ഒരു ഇവര് പൈസയും തന്നിട്ടില്ലാന്ന്. ഒരു മിനിറ്റ്. ഒരു പൈസയും തന്നിട്ടില്ല. പിന്നെ ഏത് പൈസ Yes, yes. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഫൈനാൻസ് എന്ന് വിചാരിക്കണവര്.